ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ ഫോണിലെ വാൾപേപ്പർ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ജനിച്ച ഒരു ദിവസത്തിലെ മൂണിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജനിച്ച ദിവസത്തിലെ മൂണിൻ്റെ ഷേപ്പ് എന്തായിരുന്നോ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നിങ്ങളുടെ ആ ഒരു ജനിച്ച ദിവസത്തിലെ മൂണിൻ്റെ ഷേപ്പ് എന്താണോ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജനിച്ച വർഷം, മാസം, ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റ് വഴി നമ്മൾ ജനിച്ച ആ ഒരു ദിവസം എന്തായിരുന്നോ മൂണിൻ്റെ ഷേപ്പ് ആ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഒരു ഡേറ്റ് മൂണിൻ്റെ ഷേപ്പ് എന്തായിരുന്നോ ആ ഒരു ഷേപ്പ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജ് ഇനി ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഇമേജിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരാൾ ജനിച്ചപ്പോൾ എന്താണെന്നോ മൂണിൻ്റെ ഷേപ്പ് അതും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 ഇമേജ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇമേജ് ആ ഒരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്, എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അതിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ആ ഒരു വാൾപേപ്പറിൽ ഏത് ബാക്ക്ഗ്രൗണ്ടാണോ നിങ്ങൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്കാണ് ആഡ് ചെയ്യണത്. ബ്ലാക്ക് ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ വാൾപേപ്പറിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു മൂണിൻ്റെ ഷേപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മൂണിൻ്റെ ഷേപ്പും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എഡിറ്റ് ചെയ്ത ഈ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം.